ഹലോ ഫ്രണ്ട്സ്, SRG വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ കാണുന്ന അടുക്കള തോട്ടത്തിലെ കൊച്ചു പൊന്തങ്കായ വാഴയ്ക്കുണ്ട് കേട്ടോ. അപ്പം അത് എടുക്കാൻ പോകുന്നതാ. ഞാനൊരു 5 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്ന് പൊന്തങ്കായ വാഴയ്ക്കാണ് കേട്ടോ കറി. 2 വെണ്ടയുണ്ട് കേട്ടോ. നമ്മുടെ ഏകദേശം പച്ച വെണ്ട മൂപ്പായി, അതുപോലെ ഒരു റെഡ് വെണ്ടയും കൂടെ ഉണ്ട്. അപ്പം അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് മൂത്ത് പോവും. നമ്മൾ ഇനി അടുത്തതും കൂടെ ആവട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അത് മൂത്ത് പോവും. നമ്മുടെ മുളക് തൈയൊക്കെ ചരിഞ്ഞു പോയി. ഞാനൊരു കമ്പ് കുത്തി കൊടുത്താണ് കേട്ടോ, അതങ്ങനെ ചരിഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ നൂർത്തി കെട്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ചീനിമുളകൊക്കെ ആയി തുടങ്ങിയിട്ട് അതിൽ അതുണ്ടോ 2 പൂച്ചക്കുട്ടന്മാർ ഓടുന്നുണ്ടോ. എപ്പോഴും വരാറുണ്ട് പൂച്ചകളിവിടെ. അതുണ്ടോ അത്യാവശ്യമൊക്കെ ആയിട്ട്. അപ്പം ഒന്ന് കുറച്ച് ഏകദേശം മൂപ്പായതിന് പൊട്ടിച്ചിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒന്ന് ചീനിമുളക് വേവിച്ച് വാഴയ്ക്ക കറിയും ഒഴിച്ച് കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ എല്ലാ വെണ്ടയും പൂത്ത് തുടങ്ങി കേട്ടോ. ഈ പച്ച വെണ്ടയിൽ നിന്ന് 2 കായ കിട്ടി. 2 ദിവസം മുമ്പ് ഒരു കായ പൊട്ടിച്ചു. നമ്മുടെ കൊത്തമര ചെടിയൊക്കെ ചരിഞ്ഞു പോയി. നല്ല മഴയാണ് ഇവിടെ, അങ്ങനെ ചരിഞ്ഞു. ഞാനൊരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോ ചെണ്ടുമല്ലി തൈയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5 വാഴക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 വെണ്ടയും. അപ്പം ഇത് രണ്ടും മാറ്റി വയ്ക്കാം. നമുക്കിനി 2 എണ്ണം കൂടെ കിട്ടിയാൽ ഒരു കറിക്കായില്ലേ. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വാഴയ്ക്ക മുറിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ വെള്ളത്തിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കറയൊക്കെ വേഗം പോകും. ഇത്രയും ചീനിമുളക് ഞാൻ വലിച്ചു. അപ്പം നമുക്ക് നമ്മുടെ മുളകൊക്കെ നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വാഴക്കായൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എല്ലാം മുറിച്ച് വെച്ച് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചാണ്. നന്നായി ഒന്ന് കഴുകിയെടുക്കുക. കണ്ട കറ. അപ്പം ഇത്രയും നമ്മൾ ഇന്നിപ്പോൾ വാഴയ്ക്ക ഒഴിച്ച് കറിയും ചീനിമുളകും. നമുക്കിതൊക്കെ ഒന്ന് കുക്കറിലേക്ക് വാരിയിടാം. എല്ലാം അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പാത്രത്തിൽ അങ്ങനെ മഞ്ഞൾപ്പൊടി കറയായി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലെല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെ വാരിയിടുകയാണ്. അപ്പോൾ കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് 1 വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്കും വേഗം വേകും. പൊന്തങ്കായല്ലേ. ഇതിന് വേറെ എന്തെങ്കിലും പേര്, വേറെ ഓരോ ഭാഗങ്ങളിലേക്ക് ഓരോ പേരാണ് കേട്ടോ. ഞങ്ങളിവിടെ പൊന്തങ്കായ വാഴയ്ക്കാന്നാണ് പറയുക. അപ്പോൾ നമുക്കത് വേകട്ടെ. അപ്പോഴത്തേക്കും പാത്രങ്ങളുള്ളതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പാത്രത്തിനകത്ത് അങ്ങനെ മഞ്ഞൾപ്പൊടിൻ്റെ കറിയായി കേട്ടോ. അപ്പോൾ എല്ലാ പാത്രവും ഇതുപോലെ കഴുകിയെടുക്കുക. സിങ്ക് എപ്പോഴും ഞാൻ പാത്രം കഴുകി കഴിഞ്ഞാൽ അപ്പോൾ കഴുകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലൊരു കറ വീഴും. നമ്മൾ ഡെയിലി നമ്മുടെ അടുക്കള വൃത്തിയാക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ നമ്മുടെ പാത്രം കഴുകി കഴിഞ്ഞു. സിങ്കും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഭയങ്കര മഴയാണ്. ഇപ്പോൾ വീണ്ടും മഴ വന്നു. അപ്പോൾ നമ്മുടെ തേങ്ങ അരയ്ക്കാൻ പോവാണ്. അതിനകത്ത് ജീരകവും മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. തേങ്ങയിൽ അപ്പോൾ ഒന്ന് അരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നു വെന്തു കേട്ടോ വാഴക്കായ. അപ്പം ഒന്ന് ഇളക്കി കൊടുക്കാം.
നമുക്ക് തേങ്ങ അരച്ചതും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഒരു ഗ്രേവി പോലെയാണ് വെക്കുന്നത് കേട്ടോ. എന്നാൽ ഒരുപാട് തിക്കുമല്ല. വാഴയ്ക്ക് ഒരുപാട് ചാറ് കറി പോലെ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ഗ്രേവി പോലെയാണ് വെക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നങ്കിമീൻ ഇട്ടിട്ട് വെക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചീനിമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. മോള് തോരൻ ഉണ്ടാക്കും കേട്ടോ, ഇത് മാത്രമല്ല തോരനും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. മഴയത്ത് നമുക്ക് 2 ചീനിമുളക് കടിക്കാൻ കിട്ടിയാലും കഞ്ഞി കടകടാന്ന് ഇറങ്ങും അല്ലേ. അപ്പോൾ അത് ഇത്രയാണ് വേവിക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇനി കുറച്ച് സ്വല്പം വെള്ളം ഒഴിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കായൊക്കെ അതാ നല്ല വെന്ത് വന്നിട്ട് ഇതിന് കടുക് തളിച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ കടുക് കറക്കുന്ന സമയത്ത് വെളുത്തുള്ളിയും കൂടെ ഇടും കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബൈ.